വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അത് കാണുകയാണെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബർക്കത്ത് അബ്ദുൽ സലാം. ഞാൻ ചെയ്യുന്നത് സൗദി അറേബ്യയിലുള്ള തൊഴിലവസരങ്ങളെയും അതുപോലെ തന്നെ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന നല്ല ചെറിയ സംരംഭങ്ങൾ മുതൽ വലിയ സംരംഭങ്ങൾ വരെയൊക്കെയുള്ള കാര്യങ്ങൾ, ബിസിനസ്സുകളെയൊക്കെ പരിചയപ്പെടുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പോൾ ഇന്ന് നിങ്ങൾ വന്ന ദിവസം തന്നെ നമ്മൾ പുതിയൊരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൗദി അറേബ്യയിലുള്ള ഒരു 101 സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലേലിസ്റ്റ് പോലെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരോ വീഡിയോസുമായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൗദി അറേബ്യ ഒരു തൊഴിലാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തൊഴിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. അത് കൃത്യമായിട്ടും ഉള്ള തൊഴിലാളികളെ ആവശ്യമുള്ള ആൾക്കാർ ഡയറക്റ്റായിട്ട് അയക്കുന്ന മെസ്സേജുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് തൊഴിൽ കണ്ടെത്താം. വലിയ ചിലവുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ രണ്ടാമത്, നിങ്ങൾ സൗദി അറേബ്യയിലൊക്കെ തന്നെ നിൽക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല തൊഴിലോട്ടൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നു, കുറച്ചും കൂടി സാലറി ഇൻക്രീസ് ചെയ്ത് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലോട്ട് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തൊഴിലവസരങ്ങളും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് തൊഴിലൊക്കെ മാറി സ്വന്തമായിട്ടൊരു സംരംഭമാണ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള സംരംഭകരെ പോയി കണ്ട് അവർക്കുള്ള അനുഭവങ്ങളും ഇവിടെ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാകും. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇന്ന് നമ്മളൊരു സാധാരണക്കാരൻ എങ്ങനെ ഒരു പുതിയ സംരംഭം കണ്ടെത്തും എന്നുള്ളൊരു ചെറിയ രീതിയിലുള്ളൊരു ഇൻട്രോ വീഡിയോസ് മാത്രമാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിട്ട് ഇന്നത്തെ വീഡിയോസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. നാളെ മുതൽ മറക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ വീഡിയോസുകൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് ബിസിനസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഒരു സംരംഭം അല്ലേ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംരംഭം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോൺ വരേക്കും ഒരാളുടെ മൈൻഡിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സംഭവമാണ് അല്ലേ. അത് ഇന്ന് എനിക്കൊരു സർവീസാണ്, ഞാനത് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സംരംഭവും പലർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു കാരണമായിരിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് മുതൽ വാച്ച് മുതൽ, അല്ലെങ്കിൽ മുടി വെട്ടാൻ കോതാൻ ഉപയോഗിക്കുന്ന ചീപ്പ് വരെ, അല്ലെങ്കിൽ ചെവിയിൽ ഉപയോഗിക്കുന്ന ഇയർഫോൺ, അല്ലെങ്കിൽ എന്ന് പറയേണ്ട ഈ ലോകത്ത് കാണുന്ന കോടാനുകോടി സാധനങ്ങളും പലരുടെയും മൈൻഡിൽ നിന്ന് പലതിൻ്റെയും പരിഹാരമായി കണ്ടെത്തിയ ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി കണ്ടെത്തിയ സൊല്യൂഷൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും. ഷർട്ടായാലും അതുപോലെ തന്നെ വാച്ചായാലും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ ആയാലും കാര്യങ്ങളായാലും പലരും കണ്ടെത്തിയ പല കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനാണ് എന്താണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന സംരംഭം അല്ലേ. ഇപ്പോൾ നമുക്കൊരു ആഹാരം കഴിക്കണം, വിശക്കുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ആ വിശപ്പിനെ മാറ്റാൻ, അതിനു വേണ്ടി നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉപജീവന മാർഗം, അത് നമുക്ക് ഉപകാരമാണ് അല്ലേ. നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും നല്ല ആഹാരം തരുന്നു. അപ്പോൾ അത് നമ്മുടെ ജീവനെ നിലനിർത്താനുള്ള ഒരു കരുതലും അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവനമാണ്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഒരു ബിസിനസ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കൽ വാങ്ങൽ നടത്തുക എന്നുള്ളൊരു പരിപാടി. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി ചുരുക്കി അല്ലെങ്കിൽ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പിതാമഹന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുൻ മനുഷ്യർ, നമുക്ക് അറിയാം, നമ്മളിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇറച്ചിയൊക്കെ കേടു ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു. അതുപോലെ തന്നെ ചിലത് ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്, ഡ്രൈ ആക്കി കുറേ നാളുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തിരുന്നൊരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു രീതിയില്ലാത്ത കാട്ടിൽ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു മനുഷ്യർക്ക്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ അല്ലെങ്കിൽ പുതിയൊരു കണ്ടുപിടുത്തത്തിലോട്ട് മാറിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാൾ, നമ്മൾ കൂടുതലായിട്ട് വല്ലപ്പുഴ
അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഈ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മൃഗങ്ങളെ വേട്ടയാടുമായിരുന്നു, അല്ലെങ്കിൽ നല്ല ഇറച്ചി കഴിക്കാൻ വേണ്ടി. അന്ന് ചിലപ്പോൾ എന്താ ചുട്ടൊന്നും കഴിക്കുന്ന ഒരു പരിപാടിയൊന്നും കാണില്ല, തീയൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പച്ചയ്ക്കായിരിക്കും നമ്മൾ ചെയ്യുന്ന മനുഷ്യർ ഇറച്ചി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇന്ന് പിടിക്കുന്ന മൃഗം ഒരു ദിവസം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മുയലിനെ പിടിച്ചാലും അന്ന് കഴിക്കാൻ അതെല്ലാവർക്കും കൂടി ചിലപ്പോൾ തികയില്ലായിരിക്കും. അന്നൊരു ആനയെ പിടിച്ചാലും അന്ന് മാത്രമേ കഴിക്കാൻ പറ്റൂ. കാരണം അതിൻ്റെ പിറ്റേ ദിവസം കഴിക്കാൻ നേരത്തെ ആ മാംസ്യം എന്ത് ചെയ്യും, ചീത്തയായി പോകും. അപ്പോൾ ഈ മാംസ്യം എവിടെയെങ്കിലും കഴിച്ച് ഉപേക്ഷിച്ച മാംസം അവിടെ വെയിൽ കൊണ്ട് നശിക്കാതെ ഉണങ്ങി നല്ല ഡ്രൈ ആയി കിടക്കുന്ന കണ്ടപ്പോഴായിരിക്കും മനുഷ്യൻ എന്താ തോന്നിയിട്ടുള്ളത്, നല്ല വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് നല്ല ഡ്രൈ ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയായിരിക്കും, കുറേ നാളുകൾക്ക് മുന്നേ കഴിച്ചുപേക്ഷിച്ച ഒരു മാംസ കഷ്ണം കുറേ ദിവസങ്ങളായിട്ട് അവിടെ കിടന്ന് നശിച്ചു പോകാണ്ട് കണ്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ചിന്താഗതി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാക്കി പോകുന്നത്. അപ്പോൾ അതൊരു പരിഹാരം കൂടിയാണ്, ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം കൂടിയാണ് എന്ത് ചെയ്ത് അന്ന് കണ്ട വ്യക്തി മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കാലുകൊണ്ട് തട്ടിക്കളയാമായിരുന്നു, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എന്ന് ഉണക്കി നമ്മൾ കഴിക്കൂല, നമ്മൾ അന്നുള്ളത് ചെയ്യുള്ളായിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ മഞ്ഞിൽ കിടക്കുന്ന ഇറച്ചി അല്ലെങ്കിൽ ഒരു മാംസം അത് കുറേ നാളുകളായിട്ട് കേടാവുന്നില്ല എന്ന് കണ്ടു മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആണ് എന്ത് ചെയ്ത് നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന ഫ്രീസറും വെച്ച് അതിനെ ഇത്ര ശീതീകരിച്ച് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ആ ഒരു കഴിവ്. അപ്പോൾ ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾക്ക് എങ്ങനെ ചെറിയ രീതിയിൽ സാധൂകരിക്കാൻ പറ്റും എന്നുള്ള സംഭവമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഒരു ബിസിനസ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വസ്ത്രം ഇല്ലാതിരുന്ന സമയത്ത് വസ്ത്രം, നല്ല സുന്ദരമായിട്ടുള്ള വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ധരിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ബിസിനസ്. അതുപോലെ തന്നെ ക്യാമറ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബിസിനസ്സാണ്. ഇപ്പോൾ ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതിനകത്ത് ഇവിടെ ഗ്രാസ് ഇതാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ പൊടിച്ചതല്ല, ഇതിവിടെ ഇങ്ങനെ വൃത്തിയാക്കുന്നതിന് ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനു വേണ്ടി ഒരു ഇതൊക്കെ നിർമ്മിച്ച് ഗാർഡനൊക്കെ ഉണ്ടാക്കി അവർ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വെക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്റർലോക്ക്, ഇവിടെ വിരിച്ചിരിക്കുന്ന ഇന്റർലോക്ക്, അതുപോലെ തന്നെ റോഡ്, ടാറ്, പിന്നെ ഇവിടെ കാണുന്ന മുഴുവൻ സംഭവങ്ങളും, ഇതിന് ലൈറ്റ്, ഇതൊക്കെ പലരുടെയും സംരംഭങ്ങളാണ് അല്ലേ. അപ്പോൾ എങ്ങനെ എന്ത് ബിസിനസ് കണ്ടെത്തണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അത് ഏറ്റവും സംഭവങ്ങളെ ഇവിടെ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, സൗദി അറേബ്യയിലുള്ളത് തന്നെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അനുയോജ്യമായത് എന്താണ്, നിങ്ങളുടെ മൈൻഡിൽ അത്യാവശ്യം ഇതിനേക്കാളും ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ചും കൂടി നല്ലതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധ്യതയിൽ തുടക്കം വലിയത് പോലെ ചെയ്യാണ്ട് ഇതിനെയൊക്കെ പറ്റി ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അതിന് ക്യാഷ് എന്ന് പറയുന്ന സമ്പ്രദായം വേണമല്ലോ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഒരു ഷർട്ട് തയ്ക്കുന്ന ഒരു തയ്ച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും അതൊരു മിഷ്യൻ വേണം. അപ്പോൾ ആ മിഷ്യൻ മേടിക്കാൻ എത്ര മിഷ്യൻ വേണം, അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ വേണം, മിഷ്യൻ വേണം, അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള തയ്ച്ച് കൊടുക്കുന്നതിനുള്ള മെറ്റീരിയൽ വേണം, പിന്നെ അതിൻ്റെ സർവീസുകളെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഞാനല്ല പറയുന്നത്, നമ്മളിത് ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ പറഞ്ഞു തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോസിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ